നമസ്കാരം. നിലവിൽ ഒതുങ്ങാതെ ചിലവ് ക്രെഡിറ്റ് കാർഡിൽ കുടുങ്ങി പ്രവാസി ലോകം. ബജറ്റിൽ താളം തെറ്റുന്ന വഴികൾ ദീർഘകാല ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇല്ലാതെ 41% പേർ. വരുമാനം ജീവിത ചെലവുകൾക്ക് പ്രവാസികൾക്ക് തികയുന്നില്ല. ക്രെഡിറ്റ് കാർഡിലെ കടങ്ങൾ നീണ്ടുപോകുന്നതും മിച്ചം. സേവിങ്സിനെ കുറിച്ച് ആലോചിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഫിനാൻഷ്യൽ ടെക്നോളജി സ്ഥാപനമായ യാബി ദുബായ് നഗരത്തിൽ നടത്തിയ ഫിനാൻഷ്യൽ ഹെൽത്ത് സർവേയിൽ പങ്കെടുത്തവരുടെ പൊതുവികാരമാണിത്. സ്വദേശികളും വിദേശികളുമായ സ്വകാര്യ കമ്പനി ജീവനക്കാർ, സാധാരണ തൊഴിലാളികൾ, ചെറുകിട ബിസിനസ്സുകാർ എന്നീ വിഭാഗങ്ങൾക്കിടയിലാണ് ഈ സർവേ നടത്തിയത്. കഴിഞ്ഞ വർഷം വരുമാനത്തേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വന്നതായി സർവേയിൽ പങ്കെടുത്തവരിൽ 51% പേർ അഭിപ്രായപ്പെട്ടു. 33.5% പേരാണ് വരുമാനത്തിൽ നിന്നും മിച്ചം വെക്കാൻ സാധിക്കുന്നതായി പ്രതികരിച്ചത്. ക്രെഡിറ്റ് കാർഡ് വില്ലനോ അതോ നായകനോ എന്ന് നമുക്ക് നോക്കാം. ചിലവുകൾ കൂടുന്നതിനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ക്രെഡിറ്റ് കാർഡുകളാണെന്ന് സർവേ പറയുന്നു. കയ്യിൽ പണമില്ലെങ്കിൽ എന്തും വാങ്ങാനുള്ള സൗകര്യം ക്രെഡിറ്റ് കാർഡുകളിലുണ്ട്. പിന്നീട് ഗഡുക്കളായി നൽകിയാൽ മതിയെന്നത് സാധാരണക്കാരായ പ്രവാസികളെ പോലും കൂടുതൽ പർച്ചേസുകൾക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദീർഘകാല EMI ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്ന അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വെല്ലുവിളിയാകുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. അവരുടെ പ്ലാനിംഗ് എല്ലാം തെറ്റുന്നു. ദുബായ് നഗരത്തിലെ അധിക ചിലവുകൾ മറ്റൊരു കാരണമാണ്. ചിലവ് കൂടിയ റെസ്റ്റോറൻറ്റ് ഭക്ഷണം, ക്ലബ്ബുകൾ, വിവിധ വിനോദങ്ങൾ എന്നിവയിൽ പണം വലിയ തോതിൽ ചെലവിടുന്നവരുടെ എണ്ണവും കൂടിക്കൂടി വരികയാണ്. മൂന്നാമതായി, മറ്റുള്ളവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ആഗ്രഹമാണ്. വില കൂടിയ കാറുകൾ, ഡിസൈനർ ബാഗുകൾ തുടങ്ങിയവയ്ക്കായി വരുമാനത്തിന് ആനുപാതികമല്ലാത്ത രീതിയിൽ പണം ചെലവിടുന്നവർ ഏറെയുണ്ടെന്നാണ് സർവേയിൽ കണ്ടെത്തിയത്. ദീർഘകാല പ്ലാനിംഗ് ഇല്ലാതെ 41% പേർ ദീർഘകാല ഫിനാൻഷ്യൽ ബാധ്യതയിൽപ്പെട്ടവരാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ 41% പേരും വീട്ടുവാടക, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ ബില്ലുകൾ കൃത്യസമയങ്ങളിൽ നൽകാൻ കഴിയാത്തവർ 31%. പ്രവാസികൾ അധികം പേരും സ്വന്തം ചിലവുകൾക്ക് പുറമെ നാട്ടിലുള്ള വീട്ടുവാടക, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ ബില്ലുകൾ കൃത്യസമയങ്ങളിൽ നൽകാൻ കഴിയാത്തവർ 37%. പ്രവാസികളിൽ അധികം പേരും സ്വന്തം ചിലവുകൾക്ക് പുറമെ നാട്ടിലുള്ള കുടുംബാംഗങ്ങളുടെ അപ്രതീക്ഷിത ചിലവുകൾക്കും പണം നൽകേണ്ടി വരുന്നവരാണ്. റിട്ടയർമെൻറ്റ് കാലത്തേക്കായി പണം മാറ്റിവെക്കാൻ കഴിയുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ടവരാണ് സർവേയിൽ പങ്കെടുത്തവരിൽ പകുതിയിലധികം പേരും. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നവരുടെ എണ്ണം കുറവാണെന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നു. പണം മിച്ചം വെക്കേണ്ടതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നവർ നന്നേ കുറവാണ്. വരുമാനത്തെ വിവിധ തട്ടുകളിലായി സേവിങ്സ് നടത്താനുള്ള ചില വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. വരുമാനത്തിൻ്റെ 50% വീട്ടുവാടക, ലോൺ തിരിച്ചടവ് തുടങ്ങിയ സ്ഥിരം ചിലവുകൾക്കായി മാറ്റിവെക്കുക. അടുത്തതായി 30% ഷോപ്പിങ്ങിനും റെസ്റ്റോറൻറ്റ് ഭക്ഷണത്തിനും വിനോദത്തിനും ചിലവിടാൻ മാറ്റിവെക്കുക. 20% നിക്ഷേപമായി മാറ്റിവെക്കാൻ കഴിയണം. ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ പ്രവാസികൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമില്ലാതെ ഭാവി സുരക്ഷിതമാക്കാനും ക്രെഡിറ്റ് കാർഡ് ബാധ്യതകൾ അങ്ങനെയുള്ള ബാധ്യതകൾ കൂടുതൽ അനാവശ്യ ബാധ്യതകളിൽ പെടാതിരിക്കാനും ഒക്കെ സഹായിക്കും. ക്രെഡിറ്റ് കാർഡ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. അവനവനെ അടയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം, കറക്റ്റായിട്ട് അടയ്ക്കാൻ പറ്റുമെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, എമൗണ്ട് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡാണെങ്കിലും വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് 8ൻ്റെ പണി കിട്ടും. ഏത് ബാങ്കിൻ്റെ ആണെങ്കിലും. ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അത് നോക്കിയ ശേഷം അതുപോലെ തന്നെ കുറഞ്ഞതും എല്ലാം നോക്കി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവർക്കാണ് അത് നല്ലൊരു ഉപകാരപ്രദമാണ്. അല്ലാത്തവർക്കാണ് ക്രെഡിറ്റ് കാർഡുകൾ ബാധ്യതയാകുന്നതും എല്ലാം. ലോൺ കറക്റ്റായിട്ട് തിരിച്ചടവ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ എപ്പോഴും എല്ലാ പ്രവാസികൾക്കും വളരെ ഒരു ഉപകാരപ്രദമായ ഒരു കാർഡ് തന്നെയാണ്. അല്ലാത്തവരെയാണ് നമ്മളെ കൂടുതൽ ക്രെഡിറ്റിൽ, നമുക്കിപ്പോൾ 50,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 50,000 രൂപയ്ക്ക് ക്രെഡിറ്റ് ചെയ്തിരിക്കുകയും പിന്നീട് അത് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക്, സമയത്ത് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരികയും ചെയ്യുന്നു. അതിനിടയ്ക്ക് ഒരു ആശുപത്രി കേസ് കേട്ടോ, കുട്ടികളുടെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ എമൗണ്ട് അടയ്ക്കാൻ പറ്റാതെ വരികയും കുടിശ്ശികയാകുകയും ചെയ്യും. അങ്ങനെ പലതവണ കുടിശ്ശികയായി കഴിയുമ്പോൾ നമ്മുടെ സിബിൽ സ്കോറിനെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഏതെങ്കിലും ബാങ്കിൽ ലോണിന് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സിബിൽ സ്കോർ നോക്കുമ്പോൾ ആ പോയിൻ്റ് ലെവലിൽ കാണില്ല. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ശരിയായി ഉപയോഗിക്കാൻ അറിയാവുന്നവർ മാത്രം
കർക്കിടകർക്ക് 8ൻ്റെ പണിയായിരിക്കും കിട്ടുന്നതെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പേരിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾവേസ് സ്റ്റേ പുഷ് ആൻഡ് സ്റ്റേ അപ്പ്.